നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബ്ലൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും ഒരു ക്ലിയറൻസ് സെയിലാണ്. ജോർജറ്റ് മെറ്റീരിയൽ ആണ്, 58 ഇഞ്ച് വിഡ്ത്തുള്ള ബിഗ് വിഡ്ത്തുള്ള മെറ്റീരിയൽസ് ആണ്. കോട്ടൺ ലവേഴ്സ് പിണങ്ങല്ലേ, കാരണം ഹാൻഡ് ബ്ലോക്കിൻ്റെ എല്ലാം കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നില്ലേ. നമുക്ക് ഇനി ഓരോ അതിൻ്റെതായ ഒരു സമയം വരുമ്പോൾ ഓരോന്നും വരും. നമുക്ക് ഇപ്പോൾ ഇനി കോട്ടൺ ലവേഴ്സിന് നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ജോർജറ്റ് ഇഷ്ടമുള്ളവർക്ക് അതിൽ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട്, അതായത് ബ്ലൗസ് പീസ് മെറ്റീരിയൽ വെക്കണമെന്നേ ഉള്ളൂ. കംഫർട്ടബിളായ ലൈനിങ് ഇന്നറായി യൂസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ മെറ്റീരിയൽ കാണിക്കുന്നു അപ്പം പറഞ്ഞിട്ടുണ്ടാവുന്നത് ശ്രദ്ധിക്കണേ, അത് മറക്കല്ലേ. കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പുറമേ നിന്ന് വീഡിയോ കാണുകയാണ്, ഇത് ഓഡിയോ പറ്റില്ലാത്ത സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് മ്യൂട്ട് ചെയ്തിട്ട് കണ്ടോളൂ. അപ്പോഴും കാരണം എല്ലാ മെറ്റീരിയലിനും റേറ്റ് ഇന്ന് 80 റുപ്പീസാണ്. 80 രൂപയ്ക്ക് 58 ഇഞ്ച് എടുത്തുള്ള പ്രിൻറ്റഡ് ജോർജറ്റിൻ്റെ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. അപ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒരിക്കൽ കൂടി പറയുകയാണ് ആദ്യം. കാരണം ചില മെറ്റീരിയൽ വളരെ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് തുടർന്ന് മെറ്റീരിയൽ എല്ലാം കണ്ടുകൊണ്ട് വീഡിയോ കാണാം. ഇപ്പം നമുക്കിന്ന് ഫുൾ ജോർജറ്റ് കളക്ഷൻസ് ആണ്. ബിഗ് വിഡ്ത്തിൽ 58 ഇഞ്ച് വിഡ്ത്തുള്ള ഫ്ലോറൽ ഡിസൈൻ ഉണ്ട്, അല്ലാത്ത ഡിസൈൻസ് എല്ലാം ഉള്ള ജോർജറ്റ് കളക്ഷൻസ് ആണ്. എല്ലാം ഒറ്റ റേറ്റ് 80 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ ലാസ്റ്റ് കുറച്ച് BSY ഉണ്ട്, അതിന് 100 റുപ്പീസ്. ബാക്കി എല്ലാം 80 രൂപയ്ക്ക് ഇന്ന് നിങ്ങൾക്ക് ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ ഒരു ഇയറൻസ് സെയിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മളൊരു ക്ലിയറൻസ് സെയിൽ പോലെയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് നമുക്ക് കാണാം. ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്കാണെങ്കിൽ നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടാനും നിങ്ങളുടെ ഓരോ രീതികൾ അറിയാനും ഒക്കെ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഡിയോ വേണ്ടാന്നില്ലാത്തവർക്ക് ഒന്നും മ്യൂട്ട് ചെയ്തിട്ട് കാണാം, കാരണം എല്ലാം ഇന്ന് 80 രൂപയ്ക്കാണ് റേറ്റ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കണ്ടു തുടങ്ങാം. നമ്മൾ കാണിക്കുന്നതെല്ലാം പ്രിൻറ്റഡ് ജോർജറ്റ് കളക്ഷൻസ് ആണ്. ഇത് ഫോക്സ് ജോർജറ്റിലാണ് അധികം വരുന്നതെല്ലാം. എല്ലാം ബിഗ് വിഡ്ത്താണ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ ഒന്ന് റേറ്റ് പറയട്ടെ. ഇതെല്ലാം ബിഗ് വിഡ്ത്ത്, 58 ഇഞ്ച് വീതിയുണ്ട്. 80 റുപ്പീസ് ഓൺലി, 80 രൂപയ്ക്ക് ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ നമുക്കിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ മെറ്റീരിയലൊക്കെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, അളവ് കുറവാണുള്ളത്. അപ്പോൾ നിങ്ങളിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റുകൾ ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങൾ 5-6 എണ്ണം തന്നെ നിങ്ങൾക്ക് 2 എണ്ണം വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇട്ടിട്ട് അതിലേതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ രീതിയിൽ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കുറച്ച് പ്രത്യേകിച്ച് ക്ലിയറൻസ് സെയിലൊക്കെ നടത്തുമ്പോൾ കുറച്ചുള്ള മെറ്റീരിയൽസിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ജോർജറ്റ് കളക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ കളറിലൊക്കെ നമ്മൾ എത്ര ക്ലിയർ ആയിട്ട് എത്ര എങ്ങനെ കാണിച്ചാലും സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും കളറിൽ. അത് നമ്മുടെ ക്യാമറയിൽ അങ്ങനെ അത് വരുള്ളൂ. അതിൻ്റെ ചില കളേഴ്സ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുപോലത്തെ ഗ്രീൻ കളറൊക്കെ നിങ്ങൾക്ക്, അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കണം. നമ്മൾ വീഡിയോയിൽ കാണുന്നതും നേരിൽ കാണുന്നതും, വീഡിയോയിൽ കാണുന്നതിന് കുറച്ച് ഡള്ളായിരിക്കും നേരിട്ട് കാണുമ്പോൾ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ലൈറ്റ് ഇട്ട് എടുക്കുന്നത് നോർമൽ ലൈറ്റ് തന്നെ ഉള്ളൂ, പക്ഷേ നമ്മൾ നിങ്ങളങ്ങനെ അറിയാം, നമുക്കൊരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ വരുന്ന അതിൻ്റെ ഒരു വ്യത്യാസം. വേറെ സെറ്റിങ്സ് ഒന്നുമില്ല, നോർമൽ മാക്സിമം ക്ലാരിറ്റി ഉള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിൽ വെക്കണം ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം നിങ്ങൾക്ക് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൂടെ പറയുക. അതൊക്കെ ഒറ്റ മെസ്സേജ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. കാരണം വീണ്ടും മെസ്സേജ് അയച്ച് മെസ്സേജ് മുകളിലോട്ട് കയറിപ്പോവും. അപ്പോൾ റിപ്ലൈ കിട്ടാൻ താമസം വരും. അപ്പോൾ മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞിട്ട് അവർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ കട്ട് ചെയ്ത്, കാരണം 3 നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കുന്നതാണ്. അപ്പോൾ ഓർഡർ എടുത്ത് വരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ ആകെ ഉള്ളത് റീഫണ്ട് ചെയ്യാമെന്നുള്ള മാത്രമാണ്. അപ്പോൾ റീഫണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ. അപ്പോൾ അത് മനസ്സിലാക്കി വേണം എപ്പോഴും ഈ പ്രത്യേകിച്ച് ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ ഓർഡർ ചെയ്യുമ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 58 ഇഞ്ച് വിഡ്ത്ത്, 58 ഇഞ്ച് ബിഗ് വിഡ്ത്തിൽ വരുന്ന ഫ്ലോറൽ ജോർജറ്റാണ് ഇത്. അല്ലാതെ ഡിജിറ്റൽ ലൈൻസ് വരുന്നു, ലഹരിയ പാറ്റേണിൽ വരുന്ന എല്ലാം നിങ്ങൾ കണ്ടു. എല്ലാം ഇന്ന് ക്ലിയറൻസ് സെയിൽ, ഒറ്റ റേറ്റ് 80 രൂപ. അപ്പോൾ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് അയയ്ക്കുക.
എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കളറിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ജോർജറ്റ് മെറ്റീരിയലിന് പ്രത്യേകിച്ച് കോട്ടനേക്കാൾ കൂടുതൽ കണ്ടുവരുന്നൊരു വ്യത്യാസം ഈ ക്യാമറയിൽ കുറച്ച് കളറിൽ വേരിയേഷൻ വരാറുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇതൊരു ലെമൺ യെല്ലോ കളറാണ്. കാരണം എല്ലാ കളറും നമുക്ക് പറഞ്ഞാലും അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കുറച്ചൊരു വ്യത്യാസം. ഇത് വൈറ്റിൽ വരുന്ന ഡിസൈനാണ്, ബ്ലൂവിൽ വരുന്നു. അപ്പോൾ ഞാനിതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേണ്ട ആൾക്കാരാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ നെക്സ്റ്റ് 2 ദിവസം കൊണ്ടൊക്കെ എവിടെയെങ്കിലും കേരളത്തിനകത്ത് കിട്ടേണ്ടവരാണെങ്കിൽ DTDC ഓപ്റ്റ് ചെയ്യുക എപ്പോഴും. അല്ലെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടും, പക്ഷേ നമുക്ക് കൂടുതൽ സമയം എടുക്കും. നിങ്ങളിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്ത് ഓർഡർ പേയ്മെൻറ്റ് വന്ന് അവർ കട്ട് ചെയ്ത് പാക്കിംഗ് സെക്ഷനിലേക്ക് പോയി അക്കൗണ്ടിങ് സെക്ഷനിൽ അതിൻ്റെ GST ബില്ലെല്ലാം അടിച്ച് അതിന് പ്രൊസീജിയർ പല സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ എമൗണ്ട് വെരിഫൈ ചെയ്ത് ഒരുപാട് സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് അത് കൊറിയർ ഏജൻസി എടുക്കുന്നത്. കൊറിയർ ഏജൻസി എടുത്താലും നെക്സ്റ്റ് ഡേ ഈവനിങ് ഇവിടെ നിന്ന് എടുത്താലും 1 ഡേ കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ഡേയ്സ് ഗ്യാപ്പ് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ വരും. അപ്പോൾ അതിലപ്പുറം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ DTDCയിൽ തന്നെ വിടാനുള്ള രീതിയിൽ അത് അറേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ, അർജൻറ്റ് ഉള്ളവർ അത് പ്രത്യേകം പറയണം. പിന്നെ DTDC തന്നെ ഔട്ട് ഓഫ് കേരളയൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റിനൊക്കെ വിടാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അതിനൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടവർ സമയം അധികം എടുക്കാതെ കിട്ടണം, എന്നാൽ റേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളവർ പ്രത്യേകിച്ച് പറയണം. അപ്പോൾ നമുക്ക് വേറൊരു ഔട്ട് ഓഫ് കേരള വിടാൻ വേറെ സംവിധാനങ്ങളും ഉണ്ട്, അത് പ്രത്യേകിച്ച് പറയണം കേട്ടോ. അല്ലെങ്കിൽ നോർമലി നമ്മൾ DTDC ഒരുവിധം സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്, പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ ഇവിടെ നിന്ന് വിടാനുള്ള സാഹചര്യങ്ങൾ, കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ നമുക്ക് കുറച്ച് ഒരു ദിവസം മൊത്തം നമ്മുടെ സോഫ്റ്റ്വെയറിലൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് ബില്ലിങ് കാര്യങ്ങളിലൊക്കെ ഒരു ഡിലേ വന്നു. പിന്നെ ഒരു ദിവസം മൊത്തം നമുക്ക് പവർ ഫെയിലർ ആയിരുന്നു. അപ്പോൾ ബില്ലും അതിൻ്റെ കൂടെ GST ബില്ലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വിടുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ബില്ല് പ്രിൻ്റ് എടുക്കാനൊക്കെ പ്രയാസം വന്നതുകൊണ്ട് അങ്ങനെ ഒരു താമസം വന്നിരുന്നു. ബാക്കി നോർമൽ കേസിൽ നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ വിടുന്നത്, ഇന്ന് ഒരു ദിവസം കൊണ്ട് വിടും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ബോട്ടം മെറ്റീരിയൽ അല്ലെങ്കിൽ ലൈനിങ് അങ്ങനെ എല്ലാം അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് താമസം വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ മെറ്റീരിയലും ഒരുപാട് ക്വാണ്ടിറ്റിയിലില്ല. അപ്പോൾ ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ ഓർഡർ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഒപ്പം ഏതൊക്കെ കൂടുതൽ പ്രിഫറൻസ് ചോയ്സസ് പറയാൻ പറ്റുമെങ്കിൽ അത് പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് വിഡ്ത്ത് 58 ഇഞ്ച് വീതിയുള്ള പ്രിൻറ്റഡ് ജോർജറ്റ് കളക്ഷനാണ്. ക്ലിയറൻസ് സെയിലാണ്. എല്ലാത്തിനും റേറ്റ് 80 രൂപ, 80 rupees per meter, 80 രൂപയാണ് വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമ്മുടെ ഈ ഷോപ്പിൽ വന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 9847169321, അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരും. ഇനി അഥവാ അല്ല നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്ഥലം എന്ന് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലമ്പൂരിൽ നിന്ന് 5 കിലോമീറ്റേഴ്സാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അകമ്പാടം റൂട്ടാണ്, അതായത് നിലമ്പൂർ വഴിക്കടവ് റൂട്ടിൽ വരുമ്പോൾ ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് അടുത്തൊരു ജംഗ്ഷനിൽ നിന്ന് അകമ്പാട റൂട്ടിലേക്ക് തിരിയും. അകമ്പാടം ആഢ്യൻപാറ വാട്ടർഫോൾസ് ഒക്കെ ഉള്ള ആ റൂട്ടാണ്. ആ റൂട്ടിൽ മയിലാടി പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക് കുറച്ച് ജസ്റ്റ് ഉള്ളിലോട്ട് മാറിയിട്ട്, കാരണം നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ കോമ്പൗണ്ടിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്, അവിടെയാണ് നമ്മുടെ കട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടും വാങ്ങാം. പക്ഷേ നിങ്ങൾ വരുമ്പോൾ കഴിയുന്നതും ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതാൻ നോക്കണേ. കാരണം നമുക്ക് ഷോപ്പിൽ ഒരുപാട് സ്പേസ് ഇല്ല. അപ്പോൾ എല്ലാ മെറ്റീരിയലും നമുക്ക് ഡിസ്പ്ലേക്ക് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ എന്നോ ഗോഡൗണിലുണ്ടോ എന്നൊക്കെ സ്റ്റോക്ക് നോക്കാനൊക്കെ അവർക്ക് ഉപകാരപ്പെടും നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതിയാൽ. അപ്പോൾ അതൊന്നും മറക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ വളരെയേറെ ഞാൻ പല വീഡിയോകളിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് നമ്മുടെ ബ്രാൻഡ് നെയിമും ലോഗോയും എല്ലാം രജിസ്റ്റേർഡ് ആണ്. ഫാബ്ലൈൻസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്, ഫാബ്ലൈൻസ്. നമുക്ക് ഈ ഷോപ്പ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒറ്റ ചാനലേ ഉള്ളൂ, നമുക്ക് മറ്റ് സഹോദര സ്ഥാപനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കണം. നമുക്ക് വേറെ ബ്രാഞ്ചുകളില്ല, വേറെ സിസ്റ്റർ കൺസേൺ ഒന്നുമില്ല. നമ്മുടെ ഫാബ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാബ്ലൈൻസ് എന്ന് മാത്രമേ, FABLINES ഫാബ്ലൈൻസ് ബൈ ലിജി ജോസ് എന്നാണ് നമ്മുടെ ചാനൽ നെയിം. ഫാബ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർമെൻറ്റ്സ് ആൻഡ് ബൊട്ടിക്സ് ആണ് ഇവിടുത്തെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ജോർജറ്റ് കളക്ഷൻസ് ഇപ്പോൾ എത്ര പ്രിൻറ്റ് കണ്ടു എന്നുണ്ട് അറിയോ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ഒരു സാവകാശം കിട്ടാൻ വേണ്ടി ഞാൻ ഓരോന്ന് കാണിച്ച് മെല്ലെ മെല്ലെ പറയുന്നത്. നമുക്ക് പറയാൻ വേണ്ടി സമയം കളയുകയും വേണ്ട. അപ്പോൾ പുതിയ ആൾക്കാർക്കൊന്ന് മനസ്സിലാകാനും കൂടെ വേണ്ടിയിട്ടേ. അപ്പോൾ പഴയ ആൾക്കാർക്ക് നമുക്ക് ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ട് ഞാൻ ഒറ്റ റേറ്റുള്ള മെറ്റീരിയലുള്ളൂ 80 രൂപയുടെ. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് ഫ്ലോയിങ് ഫാബ്രിക്. അപ്പോൾ നമുക്കിതിന് കൂടെ ക്രൈപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്യേണ്ടത്, കമ്പൽസറി ആണ് ലൈനിങ്. പിന്നെ ഇന്നർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഫുൾ ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു ഇന്നർ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം. ക്രൈപ്പ് ലൈനിങ്ങിന് 40 റുപ്പീസ് പെർ മീറ്റർ, 40 രൂപയാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. അവൈലബിൾ ആയ കളേഴ്സ് ഉണ്ടെങ്കിൽ അവരതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ലൈനിങ് കൂടെയൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ സാവകാശം ആവശ്യമാണ് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കളർ ക്ലിയർ അല്ലേ? ചിലത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് എത്തുന്നില്ല, അങ്ങോട്ട് തള്ളിയിടട്ടെ. ഇനി അടുത്തത് ഇങ്ങനെ മാക്സിമം അവരിങ്ങനെ എനിക്ക് തൂക്കിയിട്ട് തന്നതാണേ. അപ്പോൾ കാണിക്കാൻ എളുപ്പത്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിൻറ്റഡ് ജോർജറ്റ് കളക്ഷൻസിൻ്റെ ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഓർഡർ ചെയ്യുന്ന ഒപ്പം തന്നെ ഇത് മീറ്ററിൻ്റെ കാര്യം പറയണം എന്നുള്ള കാര്യം മറക്കല്ലേ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ജോർജറ്റിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്കിത് നമുക്ക് ഇതാണ് ജെൻറ്റിൽമാൻ പ്രിൻറ്റ്. അതിനും ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് 100 റുപ്പീസ്. ഇതും കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് 100 റുപ്പീസിലാണ് ഇന്നത്തെ ക്ലിയറൻസ് സെയിലിൽ ഇട്ടിരിക്കുന്നതാണ് ഇതെല്ലാം. ഇനി വരുന്നത് BSY ആണ്. അതും 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ ഇങ്ങനെ. അപ്പോൾ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടോ അത്രത്തോളം മാത്രം. ഇതൊരു ഡെൽറ്റ ടൈപ്പ് ഫാബ്രിക്കാണ്, ഡെൽറ്റ. പക്ഷേ ഇതിലും നമുക്ക് ഒരുപാടില്ല. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. നെക്സ്റ്റ് ഇതും ഒരു ഡെൽറ്റ പ്രിൻ്റാണ്, ഇങ്ങനെ വരുന്നു, 100 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് വൺ മോർ BSY, 100 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, ഏത് മെറ്റീരിയലും എപ്പോൾ വേണമെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാം. അപ്പോൾ റീഫണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാവകാശം ആവശ്യമാണ്. എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടുന്ന സൗഹൃദങ്ങൾ, നമ്മൾ ഫാബ്ലൈൻസിൻ്റെ വീഡിയോ തുടങ്ങിയ കാലം തൊട്ട് നമ്മുടേതായ ഒരു രീതിയിൽ, നമ്മുടേതായ ഒരു ശൈലിയിലാണ് വീഡിയോകളുമായി മുമ്പോട്ട് പോകുന്നത്. അത് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ സ്വയം അതിൽ അങ്ങനെ ഒരവസ്ഥയാണത്. അപ്പം നമുക്ക് ഇതിൽ കമൻറ്റിൽ പറയുന്ന ഒത്തിരി പേരും നമുക്കിതുപോലെ ഒരു പീസ് പോലും മെറ്റീരിയൽ വാങ്ങിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ. അത് അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ പോസിറ്റീവ് വേർഡ്സ്, അതെല്ലാം നമുക്ക് എനർജി തരുന്നതാണ്. പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, എന്നുവെച്ച് പർച്ചേസ് ചെയ്യേണ്ടതെന്നല്ല, അങ്ങനെയുള്ളവർ ഒരുപാട് നമ്മൾ സ്ഥിരമായി നമ്മുടെ മെറ്റീരിയൽ വാങ്ങുന്നവരുണ്ട്. അവർ തരുന്ന പ്രോത്സാഹനങ്ങളും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കളറിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ആദ്യം നിങ്ങൾ ഒരു മെറ്റീരിയൽ വാങ്ങിച്ച് നോക്കുക, എന്നിട്ട് നമ്മുടെ സർവീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ വർക്കിംഗ് അവേഴ്സിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. സാവകാശം ആവശ്യമാണ്, നമ്മുടെ വർക്കിംഗ് ടൈമിൽ റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.